ഹായ് ഓൾ, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രേക്കിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് തന്നെ ബേസ്ഡ് ഓൺ ദ കൺസ്ട്രക്ഷൻ വി ഹാവ് ക്ലാസിഫൈഡ് ബ്രേക്സ് ഇൻ ടു. എന്തൊക്കെയായിരുന്നു? ഒന്ന് എന്ന് പറയുന്നത് ഡ്രം ബ്രേക്ക് ആയിരുന്നു, ഒന്നെന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്ക് ബ്രേക്ക് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഡ്രം ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാ കാര്യങ്ങളും ഇൻ ഡെപ്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്നാൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ്? ഇനി നോക്കാൻ പോകുന്ന ഡിസ്ക് ബ്രേക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോവുക. ഓക്കെ, ഇപ്പൊ ഡിസ്ക് ബ്രേക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ഡിസ്ക് ബ്രേക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഡിസ്ക് ബ്രേക്കിന്റെ ഫിഗർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ആദ്യം ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്തൊക്കെയുണ്ട് ഫിഗറിൽ? നമുക്ക് ഫിഗറിൽ ഫ്ലൂയിഡ് ഫ്രം ലൈൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ. നമ്മുടെ ഫ്ലൂയിഡ് ലൈൻസിൽ നിന്ന്, അതായത് നമ്മുടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ലൈൻസിൽ നിന്ന് നമുക്ക് ഇതിപ്പോ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കുക, ഡിസ്ക് ബ്രേക്കുകൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് ബ്രേക്കിന്റെ കൂടെയാണ് അല്ലെ. ബേസ്ഡ് ഓൺ ദ ആക്ടിവേഷൻ വി ക്യാൻ ക്ലാസിഫൈ ബ്രേക്സ് ഇൻടു ഹൈഡ്രോളിക് ബ്രേക്ക്, മെക്കാനിക്കൽ ബ്രേക്ക്, അതൊക്കെ നമുക്കറിയാം. അപ്പൊ അതിനകത്ത് ഹൈഡ്രോളിക് ബ്രേക്കിന്റെ കേസിലാണ് ആര് വരിക? നമ്മുടെ ഡിസ്ക് ബ്രേക്ക് വരിക. അതിൽ ഹൈഡ്രോളിക്സ് ആണല്ലോ യൂസ് ചെയ്യുക ഡിസ്ക് ബ്രേക്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഹൈഡ്രോളിക് ആക്ടിവേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഫ്ലൂയിഡ് ഫ്രം ലൈൻസ് നിന്ന് നമുക്ക്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലൈൻസ് നിന്ന് ഫ്ലൂയിഡ് വരുന്ന ഒരു ഭാഗം കാണാം. അത് നേരെ എന്ത് ചെയ്യുന്നു? ഇതാണ് കാലിപ്പർ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് എന്ത്? കാലിപ്പർ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗമാണ് കാലിപ്പർ എന്ന് പറയുക. ഈ ഫ്ലൂയിഡ് ലൈനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡ് എങ്ങോട്ടേക്ക് വരുന്നു? കാലിപ്പറിനകത്തേക്ക് വരുന്നു. കാലിപ്പറിനകത്ത് ആരുണ്ട്? നമുക്കിനകത്ത് രണ്ട് സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് കാണാം അല്ലെ. എന്താണ് സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ്? നമുക്ക് എവിടെ കാണാം? ആ കാലിപ്പറിൽ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് രണ്ടെണ്ണം ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ, ഇവിടെ നമുക്കൊരു സിലിണ്ടർ ഉണ്ട്, ഇവിടെ പിസ്റ്റൺ ഉണ്ട്, ഇവിടെ നമുക്കൊരു സിലിണ്ടർ ഉണ്ട്, ഇവിടെ പിസ്റ്റൺ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ റിവോൾവിംഗ് ഡിസ്ക് നമുക്കിവിടെ കാണാം. അപ്പൊ ഡിസ്ക് ആണ് റോട്ടർ അല്ലെ. ഡിസ്ക് എന്താണ്? റോട്ടർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവിടെ എന്തായിരുന്നു? റൊട്ടേറ്റിംഗ് ഡ്രം ആയിരുന്നു അല്ലേ. ഡ്രം ആയിരുന്നു അല്ലേ. നമ്മുടെ ഈ പറയുന്ന പോലെ ബ്രേക്ക് ഷൂ അല്ലെങ്കിൽ ഡ്രം ബ്രേക്കിന്റെ കേസിൽ റോട്ടർ ആരായിരുന്നടാ? റോട്ടർ ഡ്രം ബ്രേക്ക് ആയിരുന്നെങ്കിൽ ഇവിടെ ആരാ റോട്ടർ? ഡിസ്ക് ആണ് റോട്ടർ എന്ന് പറയുക. ഓക്കെ, ഈ പിസ്റ്റണിന്റെ അവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഫ്രിക്ഷൻ പാഡ് കാണാം അല്ലെ. ആക്ടിവേറ്റിംഗ് പിസ്റ്റൺ വിത്ത് ഫ്രിക്ഷൻ പാഡ്. അപ്പൊ ആ പിസ്റ്റണിന്റെ ഒരറ്റത്താണ് എന്ത് ഉണ്ടാവുക? ഫ്രിക്ഷൻ പാഡ് ഉണ്ടാവുക. ഓക്കെ, പിസ്റ്റണിന്റെ ഒരറ്റത്താണ് ഫ്രിക്ഷൻ പാഡ് ഉണ്ടാവുക. ആ പിസ്റ്റൺ ആ ഫ്രിക്ഷൻ പാഡ് ആണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന പോലെ നമ്മുടെ ഡിസ്കിലേക്ക് വന്ന്, റൊട്ടേറ്റിംഗ് ഡിസ്കിലേക്ക് വന്ന് എന്ത് ചെയ്യുക? അറ്റാച്ച് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പൊ ഫ്രിക്ഷൻ പാഡിലേക്ക് വന്ന്, അല്ലെങ്കിൽ ഈ റൊട്ടേറ്റിംഗ് ഡിസ്കിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ആരാണ്? ഫ്രിക്ഷൻ പാഡാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കിനകത്ത് അല്ലെങ്കിൽ ഡിസ്കിന്റെ അറ്റത്തുള്ള പാഡാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്നും വായിച്ച് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഫ്ലൂയിഡ് ലൈൻസിൽ നിന്ന് നമുക്ക് എന്ത് വരും? ഫ്ലൂയിഡ് വരുന്നു. നേരെ കാലിപ്പറിലേക്കാണ് വരിക. ഡിസ്കിന്റെ കാലിപ്പറിലേക്കാണ് എന്ത് ചെയ്യുക? ഈ ഫ്ലൂയിഡ് വരിക. അവിടെ നമുക്ക് ഈ കാലിപ്പറിൽ നമുക്ക് എന്ത് കാണാം? രണ്ട് സിലിണ്ടറുകൾ കാണാം. രണ്ട് സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റുകൾ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് തന്നെ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഈ പറയുന്ന പോലെ രണ്ട് പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റണിലെ നമുക്ക് എന്തുണ്ട്? ഫ്രിക്ഷൻ പാഡ് ഉണ്ട്. റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്ക് നമുക്ക് താഴെ കാണാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിഗറിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുക. ഇനി നമുക്ക് ഡിസ്ക് ബ്രേക്കുകളുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. എ കാസ്റ്റ് അയൺ ഡിസ്ക് ഈസ് ബോൾട്ടഡ് ടു ദ വീൽ ഹബ്ബ്. അപ്പൊ ഡിസ്ക് എവിടെയാണ് ഇരിക്കുക? ഡിസ്ക് എവിടെയാണ് ഇരിക്കുക? ഡിസ്ക് വീൽ ഹബ്ബിലാണ് ഇരിക്കുക. എവിടെയാണ്? വീൽ ഹബ്ബിലാണ് ഡിസ്ക് ഇരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എ സ്റ്റേഷനറി കാലിപ്പർ ഫിക്സഡ് ടു ദ ആക്സിൽ കേസിംഗ് സ്ട്രാഡിൽസ് ദ ഡിസ്ക്. അതായത് നമുക്കറിയാം ഒരു കാലിപ്പർ, ഇവിടെ നമുക്ക് സ്റ്റേഷനറി കാലിപ്പർ ഒക്കെ ഉണ്ട് നമുക്ക് പറയാം. ഇവിടെ ഒരു കാലിപ്പർ ഉണ്ട്, സ്റ്റേഷനറി കാലിപ്പർ ആണ്. ഈസ് ഫിക്സഡ് ടു ദ ആക്സിൽ കേസിംഗ് അല്ലെ. ആക്സിലിന്റെ കേസിംഗിൽ ഒരു കാലിപ്പർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് കാലിപ്പർ ഇരിക്കുക? എവിടെയാണ് ഡിസ്ക് ഇരിക്കുക? ഡിസ്ക് ഈസ് അറ്റാച്ച്ഡ് ടു വീൽ ഹബ്ബ് അല്ലെ. നമ്മുടെ വീൽ ഹബ്ബിലാണ് ആരെ അറ്റാച്ച് ചെയ്തിരിക്കുക? ഡിസ്കിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വീൽ ഹബ്ബിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. വീൽ ഹബ്ബിലാണ് എന്ത് ചെയ്യുക? ഡിസ്കിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? വീൽ ഹബ്ബിലാണ്. ഇനി എ സ്റ്റേഷനറി കാലിപ്പർ ഫിക്സഡ് ടു ദ ആക്സിൽ കേസിംഗ്. ആക്സിൽ കേസിംഗിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാ? ഒരു സ്റ്റേഷനറി കാലിപ്പറിനെയാണ് ആക്സിൽ കേസിംഗിൽ എന്ത് ചെയ്തേക്കുക? ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ എവിടെയാണ് കാലിപ്പർ ഇരിക്കുക? ആക്സിലിന്റെ കേസിംഗിലാണ് കാലിപ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. ഇനി ഈച്ച് കാലിപ്പർ ഹാഫ് ക്യാരീസ് എ പിസ്റ്റൺ വിത്ത് എ ഫ്രിക്ഷൻ പാഡ്. ഓരോ
ഹാഫ് കാലിപ്പറിൽ അല്ലെങ്കിൽ ഒരു കാലിപ്പറിന്റെ ഹാഫ് പോർഷനിൽ എന്താണുള്ളത്? ഒരു പിസ്റ്റൺ ഉണ്ട് വിത്ത് ഫ്രിക്ഷൻ പാഡ് വെച്ചിട്ടുള്ള എന്തുണ്ട്? ഒരു പിസ്റ്റൺ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു പിസ്റ്റൺ ഉണ്ട്. ഓരോ കാലിപ്പറിലും എന്തുണ്ട്? ഒരു പിസ്റ്റൺ ഉണ്ട് അല്ലെ? പിസ്റ്റൺ ഉണ്ട്. ഫ്രിക്ഷൻ പാഡ് ആ പിസ്റ്റണിൽ ഉണ്ടാവും. ഇനി ഡ്രിൽഡ് പാസേജസ് ക്യാരി ദ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇൻ ആൻഡ് ഔട്ട് അല്ലെ? നമുക്ക് ഇവിടെ നമുക്ക് എന്തുണ്ട്? ഡ്രിൽഡ് പാസേജ് ഉണ്ട്. ഈ കാലിപ്പറിന്ന് നമുക്ക് ഒരു എന്താണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഫ്രം ലൈൻസിൽ നിന്ന് നേരെ കാലിപ്പറിലേക്ക് വരുന്ന എന്താണ്? പാസേജസ് ഒക്കെ ഡ്രിൽ ചെയ്തിട്ടാണ്. അപ്പൊ ആ ഡ്രിൽഡ് പാസേജസ് ക്യാരി ദ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇൻ ആൻഡ് ഔട്ട് അല്ലെ? നമ്മുടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അകത്തേക്കും പുറത്തേക്കും പോകാനായിട്ട് എന്തുണ്ട്? പാസേജുകളൊക്കെ ഡ്രില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ? അതായത് ഒരു കാസ്റ്റ് അയൺ ഡിസ്ക് ഉണ്ട്. ആ കാസ്റ്റ് അയൺ ഡിസ്ക് എവിടെയാണ്? വീൽ ഹബിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്കിന്റെ മെറ്റീരിയൽ എന്താണ്? ചോദ്യമാണ്. എന്താണ് ഡിസ്കിന്റെ മെറ്റീരിയൽ? കാസ്റ്റ് അയൺ ആണ് ഡിസ്കിന്റെ മെറ്റീരിയൽ. എന്താണ്? കാസ്റ്റ് അയൺ ആണ് ഡിസ്കിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാസ്റ്റ് അയണിന്റെ പ്രത്യേകത എന്താ? 2 to 5% കാർബൺ ഉള്ള അയൺ കണ്ടന്റ് ഉള്ള കാർബൺ ഉള്ള അയണിനെയാണ് എന്ത് പറയുക? കാസ്റ്റ് അയൺ എന്ന് പറയുക. എന്താണ്? 2 to 5% ആയിരിക്കും കേട്ടോ. 2 to 5% ആണ്. ഇനി അതിനകത്ത് തന്നെ സ്റ്റേഷനറി കാലിപ്പർ ഉണ്ടാവും. ആ ഒരു കാലിപ്പർ എന്താണ്? ആക്സിൽ കേസിംഗുമായിട്ടാണ് എന്ത് ചെയ്തേക്കുക? ഫിക്സ് ചെയ്തേക്കുക. അത് അടുത്ത പോയിന്റ് ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആക്സിൽ കേസിംഗിലേക്കാണ് ഫിക്സ് ചെയ്തിരിക്കുക. ഈച്ച് കാലിപ്പർ ഹാഫ് ക്യാരീസ് എ പിസ്റ്റൺ വിത്ത് എ ഫ്രിക്ഷൻ പാഡ്. ഒരു ഫ്രിക്ഷൻ പാഡ് ഉള്ള ഒരു പിസ്റ്റൺ. ഓരോ കാലിപ്പറിന്റെ ഹാഫിലും എന്തുണ്ട്? 2 പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റണിൽ എന്തുണ്ടാവും? ഫ്രിക്ഷൻ പാഡ് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഡ്രിൽഡ് പാസേജസ് ക്യാരി ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇൻ ആൻഡ് ഔട്ട് അല്ലെ? ആ പാസേജസ് ഡ്രിൽ ചെയ്തിട്ടുണ്ട്. എന്തിനാ? ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അകത്തേക്കും പുറത്തേക്കും പോകാനായിട്ട് പാസേജസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഡിസ്ക് ബ്രേക്കിന്റെ വർക്കിംഗ് ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോവുക. ഡിസ്ക് ബ്രേക്കിന്റെ വർക്കിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? അടുത്തത് നോക്കാൻ പോവുക. എന്തൊക്കെയാണ്? എ റബ്ബർ സീലിംഗ് ring is placed between piston and cylinder which prevents the leakage and maintains pressure. എന്താ ഇവിടെ നമുക്ക് ഡിസ്ക് ബ്രേക്കിന്റെ ഞാൻ പറഞ്ഞല്ലോ, ആ കാലിപ്പറിനകത്ത് എന്തുണ്ട്? നമുക്ക് ഒരു പിസ്റ്റൺ ഉണ്ട് അല്ലെ? ഒന്നല്ല 2 പിസ്റ്റൺ ഉണ്ടാവും. ആ പിസ്റ്റണില് അല്ലെങ്കിൽ ആ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഇല്ലേ, അതിനകത്തുള്ള ആ സിലിണ്ടറിൽ എന്തുണ്ട്? നമുക്ക് ഒരു റബ്ബർ സീലിംഗ് കാണാം. ഒരു റബ്ബർ സീലിംഗ് ഉണ്ട്. ആ റബ്ബർ സീലിംഗ് റിംഗ് ഉണ്ട്. എന്തിനാ ആ റബ്ബർ സീലിംഗ് റിംഗ് യൂസ് ചെയ്യുക? ഇറ്റ് പ്രിവെന്റ്സ് ലീക്കേജ് ആൻഡ് മെയിൻറ്റെയിൻസ് പ്രഷർ അല്ലെ? എന്താണ് ചെയ്യുക? ലീക്കേജുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലീക്കേജുകൾ എന്ത് ചെയ്യും? തടയുന്നു. ആൻഡ് മെയിൻറ്റെയിൻസ് ദ പ്രഷർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലീക്കേജ് തടയുന്നു. എന്തിനാണ് റബ്ബർ? ഇതൊക്കെ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ്. ഇത് ക്വസ്റ്റ്യൻ ആണ്. റബ്ബർ സീലിംഗ് റിംഗ് അല്ലെങ്കിൽ എന്താണ് ഒരു നമ്മുടെ ഡിസ്ക് ബ്രേക്കിൽ ലീക്കേജിനെ തടയുന്നത്? എവിടെ നിന്ന്? നമ്മുടെ കാലിപ്പറിനകത്തുള്ള സിലിണ്ടറിൽ നിന്ന് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലീക്കേജിനെ തടയുന്നത് എന്ത് കമ്പോണന്റ് ആണ്? റബ്ബർ സീലിംഗ് റിംഗ് ആണ് തടയുന്നത്. ആൻഡ് മെയിൻറ്റെയിൻസ് ദ പ്രഷർ പ്രോപ്പർലി. ക്ലിയർ ആണ്. ഓൺ അപ്ലൈയിങ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ hydraulically activated pistons push the friction pads onto the disc അല്ലെ? നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ടിവേഷൻ? ഹൈഡ്രോളിക് ആക്ടിവേഷൻ ആണ് അല്ലെ? ഹൈഡ്രോളിക് ആക്ടിവേഷൻ ആണ്. അപ്പൊ ഈ ഹൈഡ്രോളിക് ആക്ടിവേഷനിൽ എന്താ സംഭവിക്കുക? നമ്മുടെ പിസ്റ്റണിനെ എന്ത് ചെയ്യുന്നു? ഫ്രിക്ഷൻ പാഡുകളെ നമ്മുടെ ഡിസ്കിലേക്ക് എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫ്രിക്ഷൻ പാഡുകൾ ഡിസ്കിലേക്ക് പുഷ് ചെയ്യുന്നത് എന്താ? ഡിസ്ക് റോട്ടർ ആണല്ലേ? ഡിസ്ക് റൊട്ടേറ്റിംഗ് മെമ്പർ ആണ്. നമ്മളെ വീല് കറങ്ങുമ്പോൾ കൂടെ ആരും കറങ്ങും? ഡിസ്കും കറങ്ങും. അപ്പൊ ഡിസ്ക് കറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഫ്രിക്ഷൻ പാഡ് നമ്മുടെ ഫ്രിക്ഷൻ പാഡുകളെ പുഷ് ചെയ്ത് ആ ഡിസ്കിലേക്ക് അറ്റാച്ച് ആക്കി വെക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമുക്കൊരു സ്റ്റോപ്പിംഗ് പവർ കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്കിംഗ് എഫക്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് അപ്ലൈ ആവുക. അങ്ങനെയാണ് നമുക്ക് ബ്രേക്കിംഗ് എഫക്ട് കിട്ടുക. ഇനി ഓൺ റിലീസ്, നമ്മൾ ആ ബ്രേക്കിംഗ് എഫക്ട് റിലീസ് ചെയ്യുമ്പോൾ ദ റബ്ബർ സീലിംഗ് റിംഗ്സ് ആക്ട് ആസ് റിട്ടേൺ സ്പ്രിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ ഈ റബ്ബർ സീലിംഗ് റിംഗുകൾ. ഇവിടെ നമുക്ക് നേരത്തെ ഡ്രം ബ്രേക്കിന്റെ കേസിൽ നമുക്ക് റിട്രാക്ടിങ് സ്പ്രിങ്ങുകൾ ഉണ്ടായിരുന്നു അല്ലെ? റിട്രാക്ടിങ് സ്പ്രിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് റിട്രാക്ടിങ് സ്പ്രിംഗ് ഉണ്ടോ? ഇല്ല. അതിന് പകരം നമുക്ക് ഈ പറയുന്ന പോലെ ആ പിസ്റ്റണിനെ തിരിച്ച് വലിച്ചാൽ മാത്രമേ, പിസ്റ്റണിനെ തിരിച്ച് മീൻ പൊസിഷനിലേക്ക് കൊണ്ടെത്തിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് നെസസറി ആയിട്ടുള്ള ബ്രേക്കിംഗ് എഫക്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കിട്ടുള്ളൂ. എന്തുകൊണ്ടാ? അത് അവിടെ തന്നെ നമ്മൾ എന്താണ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ നമുക്ക് ആ പറയുന്ന പോലെ പിസ്റ്റൺ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും?
നമുക്ക് വണ്ടി അല്ലെങ്കിൽ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കിൽ നിന്ന് കിട്ടേണ്ട ഒരു കാര്യം നമുക്ക് കിട്ടും. വാഹനം നിർത്താൻ പറ്റും, പക്ഷെ നിർത്തിയിട്ട് നമുക്ക് പിന്നെ കൊണ്ടുപോകണ്ടേ? ബ്രേക്ക് വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ? അല്ല, പോരാ. അപ്പൊ നമുക്ക് ആ ഒരു പ്രോപ്പർ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കിംഗ് കിട്ടണമെങ്കിൽ എന്താണ് അത് എന്താണ് റിലീസ് ചെയ്യുമ്പോൾ തിരിച്ചെന്ത് ചെയ്യണം? ആ പിസ്റ്റൺ തിരിച്ചു വരണം. ആ പിസ്റ്റൺ തിരിച്ചു വരണമെങ്കിൽ എന്താണ് വേണ്ടത്? നമുക്ക് എന്തുണ്ട്? ഒരു റബ്ബർ സീലിംഗ് റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ റബ്ബർ സീലിംഗ് റിംഗ് ആണ് എന്ത് ചെയ്യുക? ഇറ്റ് ആക്ട് ആസ് റിട്ടേൺ സ്പ്രിംഗ്. റിട്ടേൺ സ്പ്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? റബ്ബർ സീലിംഗ് റിംഗ്സ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. റിട്ടേൺ സ്പ്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? റബ്ബർ സീലിംഗ് റിംഗ്. അപ്പൊ ഈ റബ്ബർ സീലിംഗ് റിംഗ് എന്തൊക്കെ ചെയ്യുന്നു? റബ്ബർ സീലിംഗ് റിംഗ് ഇതാ ഇവിടെ പ്രിവെന്റ്സ് ലീക്കേജ് ആൻഡ് മെയിൻറ്റെയിൻസ് പ്രഷർ. ലീക്കേജ് തടയുന്നു, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെ? പ്രിവെന്റ്സ് ലീക്കേജ് ആൻഡ് മെയിൻറ്റെയിൻസ് പ്രഷർ. പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ലീക്കേജും എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. ഓൾസോ എന്ത് ചെയ്യുന്നു? റബ്ബർ സീലിംഗ് റിംഗ് റിട്ടേൺ സ്പ്രിംഗ് ആയിട്ടും എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി സ്പെഷ്യൽ ടൈപ്സ് ഇൻക്ലൂഡ് സ്വിംഗിങ് കാലിപ്പർ ആൻഡ് സ്ലൈഡിംഗ് കാലിപ്പർ. രണ്ട് പ്രത്യേക ടൈപ്പ് എന്തുണ്ട്? കാലിപ്പറുകൾ ഉണ്ട്. ഒന്നെന്താ? സ്വിംഗിങ് കാലിപ്പർ ആൻഡ് ഒന്നെന്താ? സ്ലൈഡിംഗ് കാലിപ്പർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? ഫിക്സഡ് കാലിപ്പറിനെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്. എന്തുകൊണ്ടാ ഫിക്സഡ് കാലിപ്പർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവിടെ ഫിക്സഡ് കാലിപ്പർ അല്ലാതെ നമുക്ക് രണ്ട് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കാലിപ്പർ ഉണ്ട്. എന്തൊക്കെയാ? ഒന്നെന്താ? സ്വിംഗിങ് കാലിപ്പർ, രണ്ടെന്താ? സ്ലൈഡിംഗ് കാലിപ്പർ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണ്? ക്ലിയർ ആണ്? നമുക്ക് ആദ്യം തന്നെ സ്വിംഗിങ് കാലിപ്പറിനെ പറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ സ്വിംഗിങ് കാലിപ്പറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫിഗർ ഒന്ന് വായിച്ചു നോക്കണം. ഫിഗറിൽ നമുക്ക് എന്തൊക്കെ പോയിന്റുകൾ വായിച്ചു നോക്കാൻ പറ്റുമെന്ന് നോക്കണം. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇതാണല്ലോ ഡിസ്ക് എന്ന് പറയുക. ഇതാണല്ലോ ഡിസ്ക്. ഇതാണല്ലോ ഡിസ്ക്. ഇതാണ് ഡിസ്ക്. ഇവിടെ നിന്ന് ഇത് ഇത്രയും ഡിസ്ക് ആണ്. അപ്പോ ഈ ഡിസ്കിൽ നമുക്കറിയാം, ഈ ഡിസ്ക് ഇവിടെ ഇതാണ് കാലിപ്പർ. ഇതാണല്ലോ ഈ ഇത്രയും ഭാഗമാണ് കാലിപ്പർ. അപ്പൊ ഈ കാലിപ്പർ ഈ ഒരു പോയിന്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫൽക്രം പിൻ എന്ന് പറയുക. ഈ ഫൽക്രം പിന്ന് അവിടെ ഉണ്ട്. ഒരു പിന്നാണ്. ആ ഫൽക്രം പിൻ അവിടെ ഉണ്ട്. ആ ഫൽക്രം പിൻ എബോട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുക? ഇത് സ്വിങ് ചെയ്യുക. അതൊക്കെ ഞാൻ പറയാം. ഇനി ഇവിടെ ഇതാണ് എന്ത്? ഇതൊരു എന്താണ്? ഒരു ഫിക്സഡ് ഫ്രിക്ഷൻ പാഡാണ് ഈ കൊടുത്തിരിക്കുക. അതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന ഒരു ഫിക്സഡ് ഫ്രിക്ഷൻ പാഡാണ് ഈ കൊടുത്തിരിക്കുക. ഇവിടെ ഇതെന്താണ്? ഇത് ഒരു എന്താണ്? ഇവിടെ ഈ ഭാഗത്ത്, ഇപ്പുറത്തെ ഭാഗത്തുള്ള എന്താണ്? ഒരു പിസ്റ്റൺ, ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഉണ്ട്. ആ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റിൽ നമുക്കൊരു ഫ്രിക്ഷൻ പാഡ് ഉണ്ട്. ആ ഫ്രിക്ഷൻ പാഡ് എന്താണ്? ഫിക്സഡ് ആണോ? അല്ല, അതെന്താണ്? മൂവബിൾ ആണ് അല്ലെ? അപ്പൊ ഈ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ പറയുന്ന നമ്മുടെ സിലിണ്ടർ ആയിക്കോട്ടെ, ആ സിലിണ്ടർ പിസ്റ്റണിൽ ആ പിസ്റ്റന്റെ മണ്ടയ്ക്കുള്ള എന്ത്? ഫ്രിക്ഷൻ പാഡ് ഈസ് ഫ്രീ ടു മൂവ് ആൻഡ് ഓപ്പോസിറ്റ് ഫ്രിക്ഷൻ പാഡ് എന്താണ്? അത് ഫിക്സഡ് പാഡ് ആണ്. അപ്പൊ അത് ഒരു പാഡ് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ പാഡ് ഫിക്സഡും ഒരു ഫ്രിക്ഷൻ പാഡ് എന്താണ്? മൂവബിളും ആണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വിംഗിങ് കാലിപ്പർ ഡിസ്ക് ബ്രേക്കിൽ ഒരു ഫ്രിക്ഷൻ പാഡ് എന്താണ്? ഫിക്സഡ് ആണ്. എന്നാൽ മറ്റൊരു എന്താണ്? ഫ്രിക്ഷൻ പാഡ് എന്താണ്? മൂവബിൾ ആണ്. അപ്പൊ ആ ഒരു മൂവബിൾ ആയിട്ടുള്ള ഫ്രിക്ഷൻ പാഡിലേക്കാണ് നമ്മൾ എന്ത് അല്ലെങ്കിൽ ആ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റിലാണ് നമുക്ക് ആ ഒരു മൂവബിൾ ഫ്രിക്ഷൻ പാഡ് ഇരിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗത്താണ് എന്ത്? ഫ്ലൂയിഡ് ഫ്രം മാസ്റ്റർ സിലിണ്ടർ എന്നൊക്കെ നമ്മൾ പറയും. ഹൈഡ്രോളിക് ബ്രേക്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാസ്റ്റർ സിലിണ്ടറിനെ പറ്റി നമ്മൾ പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാസ്റ്റർ സിലിണ്ടറിൽ നമ്മൾ ഫ്ലൂയിഡ് റിസർവോയർ ആണ്. ആ ഫ്ലൂയിഡ് റിസർവോയറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മാസ്റ്റർ സിലിണ്ടറിൽ നിന്നാണ് ഈ പറയുന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യുക? എങ്ങോട്ടേക്ക് വരിക? നമ്മുടെ സിലിണ്ടറിലേക്ക് അല്ലെങ്കിൽ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റിലേക്ക് വരിക. അപ്പൊ ഇവിടെ മാസ്റ്റർ സിലിണ്ടർ എന്നുള്ള ഫ്ലൂയിഡ് നേരെ ഈ പറയുന്ന സിലിണ്ടറിലേക്ക് വരുന്നു. അവിടുത്തെ പിസ്റ്റണിനെ മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ പാഡ് മൂവബിൾ ആണ്. ആ മൂവ് ആയിട്ടുള്ള പാഡ് എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ റോട്ടർ ആയിട്ടുള്ള ഡിസ്കിലേക്ക് വന്ന് അറ്റാച്ച് ആകുന്ന ഒരു വർക്കിംഗ് ആണ് ഉള്ളത്. ഇനി എന്താണ് ഇതിന്റെ വർക്കിംഗ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വായിച്ച് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഇനി ഒരു കാര്യം ആദ്യം പറയേണ്ടത്, ദ കാലിപ്പർ ഈസ് ഹിഞ്ച്ഡ് അബൌട്ട് എ ഫൽക്രം പിൻ. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതാണല്ലോ ഒരു ഫൽക്രം പിൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഫൽക്രം പിന്നിന് എബൌട്ട് ആയിട്ട് ഈ പറയുന്ന നമ്മുടെ കാലിപ്പർ, ഡിസ്കിന്റെ കാലിപ്പർ ഈസ് ഹിഞ്ച്ഡ്. എന്താ? അത് അറ്റാച്ച് ആക്കി ഹിഞ്ചാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഫൽക്രം പോയിന്റ് എബൌട്ട് ആയിട്ട് ദിസ് കാലിപ്പർ ഈസ് ഫ്രീ ടു മൂവ് അല്ലെ? ആ ഒരു ഫൽക്രം പിന്നാണല്ലോ ഈ പിന്ന്. ഈ പിന്നിന് എബൌട്ട് ആയിട്ട് എന്ത് ചെയ്യും? ഈ കാലിപ്പർ ഈസ് ഫ്രീ ടു എന്ത്? സ്വിങ് അല്ലെങ്കിൽ മൂവ്, അവിടെ കിടന്ന് ആടാൻ. ആ ഒരു നമ്മുടെ
ഫൾക്രം പോയിന്റ് എബൌട്ട് ആയിട്ട് നമ്മുടെ കാലിപ്പർ എന്ത് ചെയ്യുന്നു, ആടാനായിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് എന്താണ് പോസിബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ കാലിപ്പറിനെ സ്വിംഗിങ് കാലിപ്പർ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്ന കാര്യം എന്താ, അത് സ്വിംഗ് ചെയ്യുന്നു എബൌട്ട് വിച്ച് പോയിന്റ്, എബൌട്ട് എ ഫൾക്രം പോയിന്റ്, ആൻഡ് ദാറ്റ് ഫൾക്രം പോയിന്റ് ഈസ് ബീയിങ് പ്രൊവൈഡഡ് ഹിയർ. അത് മനസ്സിലാക്കുക. വൺ ഫ്രിക്ഷൻ പാഡ് ഈസ് ഫിക്സഡ് ടു ദ കാലിപ്പർ. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഈ ഫ്രിക്ഷൻ പാഡാണ് എന്ത്, കാലിപ്പറുമായിട്ട് എന്ത് ചെയ്തേക്കുന്നത്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. വൺ ഫ്രിക്ഷൻ പാഡ് ഈസ് ഫിക്സഡ് ടു ദ കാലിപ്പർ. ഒരു ഫ്രിക്ഷൻ പാഡ് എന്താണ്, ഫിക്സഡ് ആണ്. ഇനി ഫ്ലൂയിഡ് പ്രഷർ presses the other pad against the disc. ഈ ഇവിടെ നിന്ന് വരുന്ന മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ഈ പറയുന്ന സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റിലേക്ക് വരുന്ന ഈ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫ്രിക്ഷൻ പാഡിനെ ഡിസ്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫ്രിക്ഷൻ പാഡിനെ ഡിസ്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പാഡ് പോയി ഡിസ്കിനെ പോയി തട്ടുന്നു, അറ്റാച്ച് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ബ്രേക്ക് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി റിയാക്ഷൻ സ്വിങ്സ് ദ കാലിപ്പർ മൂവിങ് ദ ഫിക്സഡ് പാഡ് ഇൻവേർട്ട് ടു സെൽഫ് അഡ്ജസ്റ്റ്. ആണ് അടുത്ത പോയിന്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് മാത്രം പോയി അറ്റാച്ച് ആയാൽ നമുക്ക് ബ്രേക്ക് ഫോഴ്സ് കിട്ടുമോ? ഇല്ല. ഒരൊറ്റ മൂവബിൾ ആയിട്ടുള്ള പാഡ് മാത്രം, ഫ്രിക്ഷൻ പാഡ് മാത്രം പോയി അവിടെ അറ്റാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല, നമുക്ക് നെസസറി ആയിട്ടുള്ള ആ ഒരു ബ്രേക്ക് ഫോഴ്സ് കിട്ടുമോ? ഇല്ല, കിട്ടില്ല. അപ്പൊ അവിടെ എന്താ, നമുക്ക് അതായത് ആ ഫിക്സഡ് ആയിട്ടുള്ള ഫ്രിക്ഷൻ പാഡും എന്ത് ചെയ്യണം, പോയി അറ്റാച്ച് ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നെസസറി ആയിട്ടുള്ള ബ്രേക്ക് ഫോഴ്സ് കിട്ടുള്ളൂ. അപ്പൊ അത്തരത്തിൽ വേണമെങ്കിൽ എന്താണ് അതിനു വേണ്ടി ഇവിടെ എന്താ ചെയ്യുക, ഇവിടെ നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സ്വിംഗിങ് കാലിപ്പർ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വരുന്ന ഈ ഫ്ലൂയിഡ് കാരണം ഉണ്ടാകുന്ന പ്രഷർ കാരണം ഈ മൂവബിൾ ആയിട്ടുള്ള ഫ്രിക്ഷൻ പാഡ് ഈ ഡിസ്കിൽ പോയി അറ്റാച്ച് ആകുന്ന സമയത്ത് ഇവിടെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ മൊമെന്റ് എവിടെ നിന്നാ, ഈ ഫൾക്രം പോയിന്റ് എബൌട്ട് ആയിട്ട് ഈ മൊമെന്റ് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ കാലിപ്പർ ഒന്ന് സ്വിംഗ് ചെയ്ത് ഒന്ന് കറങ്ങി ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഫിക്സഡ് പാഡില്ലേ അതിനെന്ത് ചെയ്യുന്നു, അകത്തേക്ക് ഇൻവേർഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുന്നു. എങ്ങനെ, ഈ കാലിപ്പർ ഇങ്ങനെ സ്വിംഗ് ചെയ്തിട്ട് ഈ പാഡിനെ ഈ ഡിസ്കിലേക്ക് എന്ത് ചെയ്യുന്നു, അറ്റാച്ച് ആക്കാനായിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഫിക്സഡ് പാഡ് വന്ന് അറ്റാച്ച് ആവുക. എവിടെ, നമ്മുടെ റൊട്ടേറ്റിംഗ് ഡിസ്കില് അറ്റാച്ച് ആവുക. നമുക്കറിയാം ഈ രണ്ട് പാഡുകളും വന്ന് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂടാ, ആ ഒരു ബ്രേക്കിംഗ് ഫോഴ്സ് കിട്ടുള്ളൂ. അപ്പൊ അതിനാണ് എന്ത് ചെയ്യുക, ഈ സ്വിംഗിങ് കാലിപ്പർ അല്ലെങ്കിൽ കാലിപ്പർ ആ ഫൾക്രം പിന്നിന് എബൌട്ട് ആയിട്ട് സ്വിംഗ് ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഫിക്സഡ് പാഡിനെ അകത്തേക്ക് ഇൻവേർഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പ്രസ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ബ്രേക്ക് ഫോഴ്സ് കിട്ടുന്നത്. അതെങ്ങനെയാ, നമുക്ക് ഇവിടെ നിന്ന് ഒരു പ്രഷർ ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ഈ പ്രഷർ കാരണം അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സ് കാരണം ഈ ഒരു പോയിന്റ് എബൌട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഈ ഒരു ആക്സിസിന് എബൌട്ട് ആയിട്ട് ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ മൊമെന്റ് ഇങ്ങനെ ഇതിനെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയും അതുകൊണ്ട് ഈ പറയുന്ന ഫിക്സഡ് ഡിസ്ക് അല്ലെങ്കിൽ ഫിക്സഡ് പാഡ് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് അകത്തേക്ക് എന്ത് ചെയ്യുന്നു, അകത്തേക്ക് തള്ളുകയും അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇൻവേർഡ് ആയിട്ടൊരു ഫോഴ്സ് നമ്മുടെ റോട്ടറിലേക്ക് വരികയും അല്ലെങ്കിൽ ഡിസ്കിലേക്ക് വരികയും ഈ രണ്ട് പാഡുകളും ഒരുമിച്ച് അറ്റാച്ച് ആവുകയും നമുക്ക് നെസസറി ആയിട്ടുള്ള ബ്രേക്ക് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വർക്കിംഗ് ആണ് നമുക്ക് എവിടെ കാണാൻ കഴിയുക, സ്വിംഗിങ് കാലിപ്പർ ഡിസ്ക് ബ്രേക്കിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ വർക്കിംഗ് ക്ലിയർ അല്ലേടാ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. തീർന്നിട്ടുണ്ടോ? കാര്യങ്ങളില്ല. നമ്മൾ സ്വിംഗിങ് കാലിപ്പർ മാത്രമല്ലേ നോക്കിയുള്ളൂ. ഇനി എന്തുണ്ട്, സ്ലൈഡിംഗ് കാലിപ്പർ ഡിസ്ക് ബ്രേക്കും കൂടെ ഇല്ലേ? എന്തുണ്ട്, സ്ലൈഡിംഗ് കാലിപ്പർ ഡിസ്ക് ബ്രേക്കും കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ എന്തൊക്കെ നോക്കി? ആദ്യം നമ്മൾ കണ്ട ഫിഗർ എന്തായിരുന്നു, ഫിക്സഡ് കാലിപ്പർ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു അല്ലെ. ഫസ്റ്റ് കണ്ട ഫിഗർ എന്താ, ഫിക്സഡ് കാലിപ്പർ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു. എന്നാൽ ഇവിടെ എന്താ കാണുന്നത്, സ്ലൈഡിംഗ് കാലിപ്പർ ഡിസ്ക് ബ്രേക്ക് ആണ്. നേരത്തെ നമ്മൾ എന്ത് പഠിച്ചു, സ്വിംഗിങ് കാലിപ്പർ ഡിസ്ക് ബ്രേക്ക് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഓക്കെ, ശരി. നമുക്ക് ഇവിടെ നമുക്ക് ഫിഗറിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിഗറിലേക്ക് വരാം. അപ്പൊ എന്താണ് ഈ സ്ലൈഡിംഗ് കാലിപ്പർ ഡിസ്ക് ബ്രേക്ക്? യൂസസ് പിസ്റ്റൺസ് ഓൺ വൺ സൈഡ് ആൻഡ് കാലിപ്പർ ഫ്രീ ടു സ്ലൈഡ് ഓൺ ഗൈഡ് പിൻസ്. അതായത് ഒരു സൈഡില് ഇവന് പിസ്റ്റൺ ഉണ്ട്. ഇവിടെ എന്തുണ്ട്, പിസ്റ്റൺ ഉണ്ട്. എന്നാൽ നമ്മുടെ എന്താണ് അതിന്റെ കാലിപ്പർ
എന്തുണ്ട്, കാലിപ്പർ എന്താണ്, ഫ്രീ ടു മൂവ് ആണ്. എങ്ങനെ, ലാറ്ററൽ ആയിട്ട് മൂവ് ചെയ്യാൻ എന്താണ്, ഫ്രീ ആണ്. ഒരു ഗൈഡ് പിൻ അല്ലെ, ഗൈഡ് പിന്നുകൾക്ക് അല്ലെങ്കിൽ ഗൈഡ് പിന്നുകളിൽ കൂടെ എന്ത് ചെയ്യുന്നു, ലാറ്ററൽ ആയിട്ട് മൂവ് ചെയ്യാൻ എന്താണ്, ഫ്രീ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ്, ലാറ്ററൽ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഫ്രീ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് രണ്ട് പാഡ് ഉണ്ട് അല്ലെ. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, ഡിറക്റ്റ് പാഡ്. ഇതാണ് ഡിറക്റ്റ് പാഡ്, ഇതാണ് ഒരു ഫ്രിക്ഷൻ പാഡ്, ഇതാണ് ഒരു പാഡ്, ഇതാണ് ഒരു പാഡ്, ഇതാണ് എന്ത്, ഇൻഡയറക്റ്റ് പാഡ്. അപ്പൊ രണ്ട് പാഡ് നമുക്ക് എന്തുണ്ട്, നമുക്ക് രണ്ട് ഫ്രിക്ഷൻ പാഡുകൾ നമുക്ക് ഫലത്തിൽ നമുക്കുണ്ട്. എന്നാൽ നമ്മൾ ഒരു പാഡിലേക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലൂയിഡിന്റെ പ്രഷർ നമ്മൾ കൊടുക്കുന്നത് ഒരു പാഡിലേക്ക് മാത്രമാണ്. അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് പാഡും അറ്റാച്ച് ആവണ്ടേ, നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കണ്ടോടാ, ഇത് കണ്ടോ, ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഇതിലേക്ക് കൂടെയാണ് എന്ത് വരിക, മാസ്റ്റർ സിലിണ്ടർ എന്നുള്ള ഫ്ലൂയിഡ് വരുന്നത്. ആ ഒരു ലൈനിൽ കൂടെയാണ്. അതിലേക്ക് കൂടെ വന്നിട്ട് നേരെ എങ്ങോട്ടേക്ക് വരുന്നു, ആശാൻ നേരെ എന്ത് ചെയ്യുന്നതാ, ഇങ്ങോട്ടേക്ക് കയറിയതാ, ഈ പറയുന്ന ഡിറക്റ്റ് പാഡിനെ എന്ത് ചെയ്യുന്നു, തള്ളുന്നു. എങ്ങോട്ടേക്ക് തള്ളുന്നു, നമ്മുടെ ആ ഒരു റോട്ടറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസ്കിലേക്ക് എന്ത് ചെയ്യുന്നു, തള്ളുന്നു. പക്ഷേ ഇൻഡയറക്റ്റ് പാഡും കൂടെ ഇങ്ങോട്ടേക്ക് തള്ളിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നെസസറി ആയിട്ടുള്ള ബ്രേക്കിംഗ് ആക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അതെങ്ങനെയെന്ന് നോക്കാം. ഫ്ലൂയിഡ് പ്രഷർ presses the inner pad directly to the disc, അല്ലെങ്കിൽ ഇന്നർ പാഡ് അല്ലെങ്കിൽ ഡിറക്റ്റ് പാഡ്. ഇവിടെ ഡിറക്റ്റ് പാഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നർ പാഡ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇന്നർ പാഡ് അല്ലെങ്കിൽ ഡിറക്റ്റ് പാഡ് എന്ന് പറയാം. ഡിറക്റ്റ് പാഡ് എന്താണ്, ഡിറക്റ്റ് പാഡ്. എവിടെയാണോ പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലൂയിഡ് പ്രഷർ ഡയറക്റ്റ് ആയിട്ട് വരിക അതിനാണ് എന്ത് പറയുക, ഡിറക്റ്റ് പാഡ് അല്ലെ, ഡിറക്റ്റ് പാഡ്. അതിന് നമ്മൾ ഇന്നർ പാഡ് എന്നും പറയും. ഓക്കെ, ഇന്നർ പാഡ് എന്നും പറയും. ഓൺ ടു ദ ഡിസ്ക്. ഇനി അവിടെ അങ്ങോട്ട് പ്രസ് ചെയ്യുമല്ലോ, അവിടെ എന്താ സംഭവിക്കുക, റിയാക്ഷൻ ഫോഴ്സ് സ്ലൈഡ്സ് ദ കാലിപ്പർ ബോഡി സൈഡ് വേസ്. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുന്നു. എങ്ങനെയാണ്, ഈ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡ് കാരണം ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് വന്നപ്പോൾ അവിടെ എന്ത് ചെയ്യപ്പെടുന്നു, ആ കാലിപ്പറിന് ആ ഒരു ആക്സസിന് എബോട്ട് ആയിട്ട് എന്തുണ്ടാവുന്നു, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുന്നു. എന്താണ്, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുന്നു. ആ ഫോഴ്സ് എന്ത് ചെയ്യുന്നു, നമുക്കറിയാം ഈ കാലിപ്പർ ഈസ് റെസ്റ്റിംഗ് ഓൺ എ ഗൈഡ് പിൻ അല്ലെ. ഗൈഡ് പിൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കാലിപ്പർ ഇരിക്കുന്നത്, അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ആ ഗൈഡ് പിൻസിൽ എന്ത് ചെയ്യുന്നു, ഒരു ഇങ്ങോട്ടേക്ക് ഫോഴ്സ് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു റിയാക്ഷൻ ഫോഴ്സ് എന്താണ്, ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കുമല്ലോ ആക്ട് ചെയ്യുക. അതായത് റിയാക്ഷൻ ഫോഴ്സിൽ ആക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങോട്ടായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്കൊരു ഫ്ലൂയിഡ് പ്രഷർ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുന്നു. ആ റിയാക്ഷൻ ഫോഴ്സ് കാരണം ഈ പറയുന്ന കാലിപ്പറിനെ ഇങ്ങോട്ടേക്ക് ഗൈഡ് പിന്നിൽ കൂടെ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യിപ്പിക്കുന്നു. അങ്ങോട്ടേക്ക് ഗൈഡ് പിന്നിൽ കൂടെ ആ കാലിപ്പർ മൂവ് ചെയ്യാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഇൻഡയറക്റ്റ് പാഡ് അല്ലെങ്കിൽ ഔട്ടർ പാഡ് വന്ന് എന്ത് ചെയ്യുന്നു, ഈ റൊട്ടേറ്റിംഗ് ഡിസ്കിൽ വന്ന് അറ്റാച്ച് ആവൂലടാ. ഈ റൊട്ടേറ്റിംഗ് ഡിസ്കിൽ വന്ന് ആര് അറ്റാച്ച് ആവും, ഈ നമ്മുടെ ഇൻഡയറക്റ്റ് പാഡ് അല്ലെങ്കിൽ ഔട്ടർ പാഡ് എന്ത് ചെയ്യും, നമ്മുടെ റൊട്ടേറ്റിംഗ് ഡിസ്കിൽ എന്ത് ചെയ്യും, അറ്റാച്ച് ആകും. എങ്ങനെ, എന്തുകൊണ്ട്, ആ ഒരു റിയാക്ഷൻ ഫോഴ്സിന്റെ ഫലമായിട്ട് അല്ലെ. റിയാക്ഷൻ ഫോഴ്സിന്റെ ഫലമായിട്ട് ആ കാലിപ്പർ എന്ത് ചെയ്യും, ആ ഗൈഡ് പിന്നിൽ കൂടെ സൈഡിലോട്ട് എന്ത് ചെയ്യും, ലാറ്ററൽ ആയിട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്ക് ഫ്ലൂയിഡ് പ്രഷർ കിട്ടിയത്, ആ ഫോഴ്സ് കിട്ടിയത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, റിയാക്ഷൻ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും, കാലിപ്പർ ഗൈഡ് പിന്നിൽ കൂടെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ക്ലിയർ. അപ്പൊ എന്ത് സംഭവിക്കും, ഈ പറയുന്ന പാഡ് എന്ത് ചെയ്യും, ഡിസ്കിൽ അറ്റാച്ച് ആവുകയും this pulls the outer pad against, അല്ലെങ്കിൽ indirect pad ആണ് കേട്ടോ, indirect pad ആ indirect pad അല്ലെങ്കിൽ outer pad എന്ത് ചെയ്യും, നമ്മുടെ ഡിസ്കിന്റെ അപ്പുറത്തെ ഫേസിൽ എന്ത് ചെയ്യും, ഒന്ന് അറ്റാച്ച് ആവുകയും നമുക്ക് എന്ത് കിട്ടും, നെസസറി ആയിട്ടുള്ള ബ്രേക്കിംഗ് ആക്ഷൻ, ബ്രേക്കിംഗ് ഫോഴ്സ് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടുകയും ചെയ്യുന്നു. ഇതാണ് എന്ത്, സ്ലൈഡിംഗ് കാലിപ്പർ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഫിക്സഡ് കാലിപ്പറിന്റെ ഫംഗ്ഷനും വർക്കിംഗ് ഒക്കെ നമുക്കറിയാം, അത് നമ്മൾ ഫസ്റ്റില് പഠിച്ചു. പിന്നെന്താ സ്വിംഗിങ് കാലിപ്പർ ഡിസ്ക് ബ്രേക്ക് പഠിച്ചു. എന്തായിരുന്നു സ്വിംഗിങ് കാലിപ്പർ, നമുക്കൊരു ഈ പറയുന്ന പോലെ ഒരു ഫൾക്രം പിന്നിലാണ് ആ കാലിപ്പറിനെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. ഒരു ഫൾക്രം പിന്നിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ സ്വിംഗിങ് കാലിപ്പർ ഡിസ്ക് ബ്രേക്കിന്റെ കാലിപ്പറിനെ ഒരു ഫൾക്രം പിന്നിന് എബൌട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ഒരു സൈഡ് എന്താണ് ഫിക്സഡ് പാഡ് ആണ്, മറ്റേ സൈഡിൽ എന്താണ്
ഫ്രിക്ഷൻ പാഡ് എന്ത് ചെയ്യുന്നു, നമുക്ക് ഈസ് ഫ്രീ ടു മൂവ് അല്ലെ. ആ ഫ്രീ ടു മൂവ് ആയിട്ടുള്ള ഫ്രിക്ഷൻ പാഡിലേക്ക് നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ കൊടുക്കുന്നു. ആ ഫ്ലൂയിഡ് പ്രഷർ കിട്ടിയത് കാരണം ആ ഒരു ആക്സിസിന് എബോട്ട് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എബോട്ട് ആയിട്ട്, ആ ഫൽക്രം പോയിന്റ് എബോട്ട് ആയിട്ടൊരു ഇക്വലിന്റെ ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ മൊമെന്റ്, ഒരു റിയാക്റ്റീവ് മൂവ്മെന്റ് ഉണ്ടാവുകയും ആ മൊമെന്റ് കാരണം നമ്മുടെ ആ എന്താണ് നമ്മുടെ ഈ പറയുന്ന പോലെ ഫിക്സഡ് പാഡിന് എന്ത് ചെയ്യുന്നു, അകത്തേക്ക് ഇൻവേർഡിലോട്ട് എന്ത് ചെയ്യുന്നു, തള്ളി ആ ഒരു റൊട്ടേറ്റിംഗ് മെമ്പർ ആയിട്ടുള്ള ഡിസ്കിലേക്ക് അറ്റാച്ച് ആക്കുകയും നമുക്ക് നെസസറി ആയിട്ടുള്ള ബ്രേക്കിംഗ് ഫോഴ്സ് കിട്ടുകയും ചെയ്യുന്നതാണ് എന്ത്, ഈ പറഞ്ഞതുപോലെ ആ ഒരു സ്വിംഗിങ് കാലിപ്പർ ഡിസ്ക് ബ്രേക്കിംഗിൽ ഇവിടെ എന്താ സ്ലൈഡിംഗ് കാലിപ്പർ ഡിസ്ക് ബ്രേക്ക് എന്താ ചെയ്യുക, നമുക്ക് എന്താണ് ഈ സ്ലൈഡിംഗ് കാലിപ്പർ ഈ ഫിക്സഡ് ആണ് ഗൈഡ് പിൻ അല്ലെ, ഗൈഡ് പിന്നുകളിൽ ഫിക്സ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡിലേക്ക് ഡയറക്റ്റ് പാഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലൂയിഡ് പ്രഷർ കൊടുക്കുന്നു. ആ ഡയറക്റ്റ് പാഡ് അല്ലെങ്കിൽ ഔട്ടർ പാഡിലേക്ക് നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ, ഇന്നർ പാഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലൂയിഡ് പ്രഷർ കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രഷർ കൊടുക്കുന്ന കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുന്നു. ആ റിയാക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഗൈഡ് പിന്നിൽ കൂടെ ഈ കാലിപ്പറിനെ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഔട്ടർ പാഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പാഡിന് എന്ത് ചെയ്യുന്നു, നേരെ വന്ന് ആ ഡിസ്കിലേക്ക് അറ്റാച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുക, സ്ലൈഡിംഗ് കാലിപ്പർ ഡിസ്ക് ബ്രേക്ക് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണ്, ഹോപ്പ് യു ആർ ക്ലിയർ. ഓക്കെ, നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ടുള്ള എന്തുണ്ട്, ഡിസ്കുകൾ ഉണ്ട്. എന്തൊക്കെയാണ്, ഒന്ന് സോളിഡ് ഡിസ്കും ഒന്നെന്താണ് വെന്റിലേറ്റഡ് ഡിസ്കുകളും ഉണ്ട്. ഏതൊക്കെയാണ്, രണ്ട് ടൈപ്പ് ഡിസ്കുകൾ ഉണ്ട്. ഒന്നെന്താ സോളിഡ് ഡിസ്ക്, ഒന്നെന്താ വെന്റിലേറ്റഡ് ഡിസ്ക്. ഇപ്പൊ രണ്ട് ടൈപ്പ് ഡിസ്ക് ഉണ്ട്. അപ്പൊ എന്താണ് ഈ സോളിഡ് ഡിസ്ക് എന്ന് വെച്ചാൽ, ഫ്ലാറ്റ് ആണ് എന്ത്, സോളിഡ് ഡിസ്ക് അല്ലെ, ഫ്ലാറ്റ് ഡിസ്കുകളാണ് വിത്ത് നോ ഇന്റേണൽ എയർ പാസേജസ്. ഇന്റേണൽ ആയിട്ടുള്ള എയർ പാസേജ് ഒന്നും തന്നെ എന്തില്ല, നമ്മളെ സോളിഡ് ഡിസ്കിനില്ല. അപ്പൊ എന്താണ് സോളിഡ് ഡിസ്ക്, ഫ്ലാറ്റ് ഡിസ്ക് ആണ് വിത്ത് നോ ഇന്റേണൽ എയർ പാസേജസ്. ഇന്റേണൽ ആയിട്ടുള്ള എയർ പാസേജുകൾ ഒന്നും തന്നെ എന്തില്ല, നമ്മുടെ സോളിഡ് ഡിസ്കിനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, ഹീറ്റ് ജനറേഷൻ എന്തായിരിക്കും, ഹീറ്റ് ജനറേഷൻ കൂടുതലായിരിക്കും. സോളിഡ് ഡിസ്കിലാണ് ഹീറ്റ് ജനറേഷൻ കൂടുതൽ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി കോമ്പാക്റ്റ് ആണ് എന്ത്, സോളിഡ് ഡിസ്കുകൾ എന്താണ്, കോമ്പാക്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ലോ കോസ്റ്റ് ആണ്. അപ്പോ എക്സ്പെൻസീവ് അല്ല, കോമ്പാക്റ്റ് ആണ് അല്ലെ, കോമ്പാക്റ്റ് ഡിസൈൻ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ലോ കോസ്റ്റ് ആണ് അല്ലെ. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന സോളിഡ് ഡിസ്കുകൾ എന്ത് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യും. സോ മോർ ചാൻസ് ഓഫ് ബ്രേക്ക് ഫീഡിങ്. നമ്മൾ പറഞ്ഞു ഈ ബ്രേക്ക് ഫീഡിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഉണ്ടാവുക, ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ജനറേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ ഫ്രിക്ഷൻ പ്രോപ്പർട്ടീസിന് എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ സംഭവിച്ചിട്ട് ആ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു, കുറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്കിംഗ് ഫോഴ്സ് കിട്ടുമോ, ഇല്ല. പ്രോപ്പർ ആയിട്ട് ബ്രേക്കിംഗ് ഫോഴ്സ് കിട്ടത്തുമില്ല. നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്പോഞ്ചി എഫക്ട് കിട്ടുകയും അതിനെ നമ്മൾ സ്പോഞ്ചി ബ്രേക്കുകൾ എന്ന് വിളിക്കുകയും ചെയ്തു. ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസ്ക്, ഈ പറയുന്ന സോളിഡ് ഡിസ്കിന് ഞാൻ പറഞ്ഞു വെന്റിലേഷൻസ് ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ എയർ പാസേജുകൾ ഒന്നും തന്നെ ഇല്ല. ആ എയർ പാസേജുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും, അത് പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് ഫീഡ് ആവാനുള്ള, ബ്രേക്ക് ഫീഡിങ് ഉണ്ടാവാനുള്ള ടെൻഡൻസി ആർക്കുണ്ട്, സോളിഡ് ഡിസ്കുകൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. കാസ്റ്റ് അയൺ കൊണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടോ ആണ് എന്തുണ്ടാക്കിയിരിക്കുക, സോളിഡ് ഡിസ്ക് ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ സോളിഡ് ഡിസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, കാസ്റ്റ് അയൺ കൊണ്ടാണ്. ഈ മെറ്റീരിയൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. മെറ്റീരിയൽസ് ഒക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓട്ടോമൊബൈൽ നമ്മുടെ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മെറ്റീരിയൽ സയൻസിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മെറ്റീരിയൽസും ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ മറന്നുപോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വാല്യൂസ് ആയിക്കോട്ടെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ എക്സാമിന്റെ തലേന്നോ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഒക്കെ എന്ത് ചെയ്യണം, എല്ലായിടത്തും തലേന്ന് നോക്കിയാൽ അവസാനം കൺഫ്യൂഷൻ ആവും. തലേന്ന് എന്ത് ചെയ്യണം, നോക്കിയിട്ട് അതൊന്ന് സെറ്റ് ആക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്യാം, ഉറപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാം, തലേന്ന് ഒന്നുകൂടെ നോക്കുക. അപ്പൊ സെറ്റ് ആവും. അങ്ങനെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് എന്ത് ഉണ്ടാക്കിയത്, സോളിഡ് ഡിസ്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് വെന്റിലേറ്റഡ് ഡിസ്കുകൾ, എന്താണ് ഇന്റേണൽ വെയിൻസ് ബിറ്റ്വീൻ ടു ഫേസസ് ഇംപ്രൂവ്ഡ് കൂളിംഗ് അല്ലെ. അതിനകത്ത് എന്തുണ്ട്, ഇന്റേണൽ വെയിൻസ് ഉണ്ട്. രണ്ട് ഫേസസ് തമ്മിൽ എന്തുണ്ട്, നമ്മുടെ
ഇന്റേണൽ വെയിൻസ് ഉള്ളത് കൊണ്ട് എന്താണ് അത് കൂളിംഗ് കൂട്ടും, സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. ആസ് സർഫസ് ഏരിയ ഇൻക്രീസസ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസസ്. ഹീറ്റ് ട്രാൻസ്ഫറിൽ നമ്മളത് പഠിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കൂടുമ്പോൾ അവിടെ ഹീറ്റ് ഡിസിപ്പേഷന്റെ ഒരു റേറ്റ് കൂടും. അങ്ങനെ വരുമ്പോൾ അതെന്താണ്? കൂളർ ആയിരിക്കും. കുറച്ചുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ സോളിഡ് ഡിസ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെന്റിലേറ്റഡ് ഡിസ്ക് വിൽ ബി മോർ കൂൾ, അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് കൂളിംഗ് ആയിരിക്കും വെന്റിലേറ്റഡ് ഡിസ്ക് കിട്ടുക. ആ കൂളിങ്ങിനാണ് എന്ത് ചെയ്യുക? ആ കൂളിംഗ് കിട്ടാനാണ് എന്ത് ചെയ്യുക? വെന്റിലേഷൻസ് കൊടുക്കുന്നത്. ഇനി പാഡ് ലൈഫോ? ലോങ്ങർ പാഡ് ലൈഫാണ്. എന്തുകൊണ്ടാണ്? അത് ഹീറ്റ് ജനറേഷൻ കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ കൂളിംഗ് കൂടുതലായതുകൊണ്ട് എന്താണ്? പാഡ് ലൈഫ് കൂടുതലാണ്. പാഡ് ലൈഫ് കൂടുതലാണ്, ലോങ്ങർ പാഡ് ലൈഫാണ്. ഇനി ഹെവിയർ ആൻഡ് തിക്കർ. ഇതെന്താണ്? ഹെവിയർ ആണ് കേട്ടോ. കുറച്ച് ഹെവി ആണ്, തിക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ക്യാൻ റാപ്പ് അണ്ടർ സിവിയർ ബ്രേക്കിംഗ്. നമ്മൾ സിവിയർ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? റാപ്പിംഗ് അപ്പ് എഫക്റ്റ് ഉണ്ടാവും. ക്യാൻ റാപ്പ് അണ്ടർ സിവിയർ ബ്രേക്കിംഗ്. നമ്മൾ ഹാർഡ് ബ്രേക്കിംഗ് കൊടുക്കുമ്പോൾ ഡിസ്ക് ഒന്ന് എന്താണ് റാപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഡിസ്കിന് ഒരു ക്രൗഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്രൗഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസി ആർക്കുണ്ട്? ഡിസ്കിനുണ്ട്. അപ്പൊ അത്രയൊക്കെയാണ് എന്ത് വെന്റിലേറ്റഡ് ഡിസ്കിന്റെ കാര്യം പറയാനുള്ളത്. അത്രയും കാര്യങ്ങൾ ഒരു കമ്പാരിസൺ ആണ്. ചിലപ്പോൾ ചോദിക്കാം, ചില ക്വസ്റ്റ്യനുകൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു പോയിന്റ് നമ്മൾ വിടാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആ പോയിന്റുകളെല്ലാം പഠിക്കുക. നമുക്ക് സോളിഡ് ഡിസ്ക് നോക്കാം. സോളിഡ് ഡിസ്ക് എന്താണ്? ഫ്ലാറ്റ് ഡിസ്ക് ആണ്. ഇന്റേണൽ എയർ പാസേജ് ഇല്ല. ആ പാസേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഹീറ്റ് ജനറേഷൻ കൂടുതലാണ്. ഫെയ്ഡിങ് അപ്പ് അല്ലെങ്കിൽ ഫെയ്ഡിങ് അപ്പ് ടെൻഡൻസി എന്താണ്? കൂടുതലാണ്. കോമ്പാക്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ലോ കോസ്റ്റ് ആണ്. എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുക? മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇനി ഇവിടെ ആണെങ്കിലോ ഇന്റേണൽ വെയിൻസ് ബിറ്റ്വീൻ ടു ഫേസസ് ടു ഇംപ്രൂവ് എന്ത്? കൂളിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ഇന്റേണൽ വെയിൻസ് ഉണ്ട്. സോ ലോങ്ങർ പാഡ് ലൈഫ് ആണ്, ഹെവിയർ ആൻഡ് തിക്കർ ആണ്. ഇനി റാപ്പിംഗ് അപ്പ് എഫക്റ്റ് ഉണ്ട്. ക്യാൻ റാപ്പ് അപ്പ് അണ്ടർ സിവിയർ ബ്രേക്കിംഗ്. സിവിയർ ബ്രേക്കിംഗിൽ എന്ത് ചെയ്യാം? റാപ്പ് അപ്പ് ചെയ്യാം. റാപ്പ് അപ്പ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോളിഡ് അല്ലെങ്കിൽ വെന്റിലേറ്റഡ് ഡിസ്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി ഡിസ്ക് ബ്രേക്കുകളെ പറ്റി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. സ്വിംഗിങ് കാലിപ്പർ ആയിക്കോട്ടെ, സ്ലൈഡിങ് കാലിപ്പർ ആയിക്കോട്ടെ, ഫിക്സഡ് കാലിപ്പർ ആയിക്കോട്ടെ, അതിന്റെ വർക്കിംഗ് ആയിക്കോട്ടെ, അതിന്റെ കാര്യങ്ങളായിക്കോട്ടെ. നമ്മുടെ റബ്ബർ സീൽ ഉണ്ടല്ലോ, റബ്ബർ സീലിന്റെ കാര്യം മറക്കരുത്. അതാണ് എന്ത്? റിട്ടേൺ സ്പ്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും നമ്മുടെ ആ ഒരു എന്താണ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ലീക്കേജിനെ തടയുന്നതും ഒക്കെ ആരാണ്? റബ്ബർ സീലാണ്. എവിടെ? അത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അത് നമ്മൾ പെട്ടെന്ന് ഓർക്കുക. കാര്യം ഡിസ്ക് ബ്രേക്കുകൾ അയ്യോ അതിപ്പോ എങ്ങനെ എന്ത് സംഭവിക്കും നമ്മൾ ആലോചിക്കും. അപ്പൊ അങ്ങനെ ആലോചിക്കാൻ പാടില്ല. അതെന്താണ്? റബ്ബർ സീലാണ്. റിട്ടേൺ സ്പ്രിംഗ് ആയിട്ടും ആ ഒരു എന്താണ് ഈ പറയുന്ന പോലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ലീക്കേജിനെ തടയാനും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അതുവരേക്കും താങ്ക് യു ഓൾ.